അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൽ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എത്ര പൊടിയോ ഇതൊക്കെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അതിന് എടുക്കേണ്ട അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കേക്ക് ഓർഡറിൻ്റെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നമ്മൾ അപ്പത്തിന് വേണ്ട സാധനങ്ങൾ വറുത്തരിപ്പൊടി, പിന്നെ തേങ്ങ, ചോറ്, റവ, ഈ 4 സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വറുത്തരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അരി കുതിർത്തി വെക്കണമെന്നൊന്നുമില്ല, അങ്ങനെ അപ്പം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ അരിപ്പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊരു കപ്പ് അരിപ്പൊടി എടുക്കുക. എന്നിട്ട് അത് ഏത് പാത്രത്തിലാണോ നമ്മൾ അരിപ്പൊടി എടുത്തത് അതേ അളവ് തന്നെ തേങ്ങയും റവയും ചോറൊക്കെ എടുക്കണം. അപ്പോൾ ഇതാ ഈ കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ, 1 കപ്പ് റവ, ഇത് 4ഉം കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് അരച്ചെടുക്കാനൊന്ന് ഉള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടി പോവരുത്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്ത അരി, റവ, തേങ്ങ, ചോറ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തത് 2 ബാച്ചായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് അടിച്ചിട്ട് പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഇതാ ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. അധികം വെള്ളം കൂടാതെ ഇതിങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സായി കിട്ടാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 2 ബാച്ച് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് പാത്രത്തിലാക്കിയിട്ട് നമുക്ക് അടച്ച് മൂടി വെക്കാം. ഇൻഷാ അല്ലാ രാവിലെ നമുക്കിത് അപ്പം ചുട്ടെടുക്കാനാകുമ്പോഴേക്കും നന്നായി പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നേരം വെളുത്തപ്പോൾ നമ്മളെ മാവ് അത്യാവശ്യം പതഞ്ഞ് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കണം. അതിനായിട്ട് സ്റ്റവിൽ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കോരി ഒഴിക്കാം. അത് എൻ്റെ തവി ഇപ്പോൾ അത് ചെറിയ തവി ആയതുകൊണ്ട് ഞാൻ 2 തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ തവിയാണെങ്കിൽ 1 തവി മതിയാവും. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ തവി കൊണ്ട് പരത്തൊന്നും വേണ്ട, അത് സ്വയം കൊണ്ട് പരന്നോളും. അപ്പോൾ നമ്മൾ ഓട്ടടൊക്കെ പോലെ വട്ടത്തിൽ അങ്ങനെ പരന്ന് വന്നോളും. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഹോള് വരുന്നത് വരെ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ജസ്റ്റ് ഹോള് വരുന്നത് കണ്ടാൽ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ അപ്പങ്ങളൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ, നല്ല സോഫ്റ്റ് വേണം. നമുക്കിത് അരിയൊന്നും കുതിർത്തി വെക്കേണ്ടാത്ത കാരണം തന്നെ തേങ്ങ ചിരവേണ്ട ഒരു മെനക്കെടേ ഉള്ളൂ. പിന്നെ നമുക്കിത് എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അരിപ്പൊടി എടുക്കുക, അതേ അളവിൽ തേങ്ങ, ചോറ്, റവ എടുത്തിട്ട് ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഈസ്റ്റും ചേർത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായല്ലോ. ഈ അളവിൽ മാവ് തയ്യാറാക്കിക്കൊണ്ട് നമുക്കൊരു 15-16 വരെ അപ്പം ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് കോളിഫ്ലവറിൻ്റെ ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ചില്ലി ഉണ്ടാക്കുന്ന പോലെ തന്നെ തക്കാളി, സവാള, ക്യാപ്സിക്കൊക്കെ വയറ്റിയതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത ക്യാപ്സിക്കയിലിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മളെ ചില്ലി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഇന്നത്തെ കേക്ക് ഓർഡർ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മോള് എറണാകുളത്തേക്ക് പോകണ ദിവസമാണെന്ന്. അവൾ 4 ദിവസത്തെ ലീവിന് വന്നിട്ട് തിരിച്ച് പോകണ ദിവസമാണ്. അപ്പോൾ അവൾക്കൊരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതായത് വിപ്പിംഗ് ക്രീമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണേശ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ക്രീമൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ 3 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ ഒക്കെ അടുത്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നാശമാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇതാ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണാശ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് അത് ബോക്സിലാക്കിയിട്ട് അവർക്കുള്ളത് അവിടെ സെറ്റാക്കി വെച്ചു. ഇനി ഇതാ ഇന്നത്തെ കേക്ക് ഓർഡറിനുള്ള സ്പഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. 2 കിലോ വരുന്ന ചോക്ലേറ്റ് കേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മളോട് സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടറാണ് ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 100 ഗ്രാമിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു 75 ഗ്രാമൊക്കെ ഉണ്ടാവും ബട്ടർ. അപ്പോൾ ഇതാ ബട്ടറൊക്കെ ചേർത്തിട്ട് നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ചിനുള്ള ബാറ്ററൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ട് 2 കിലോയുടെ ട്രേയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നനച്ച് കൊടുക്കാനായിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡും നമ്മൾ ഗുഡ് ലൈഫിൻ്റെ പാലും കൂടിയിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേക്കൊന്ന് റിച്ച് ആയിക്കോട്ടെ, സാധാ ചോക്ലേറ്റ് കേക്കിനേക്കാളും ഒന്നുകൂടി റിച്ച് ആയിക്കോട്ടെ, അതിന് വരുന്ന റേറ്റ് ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡും ഗുഡ് ലൈഫിൻ്റെ പാലൊക്കെ വെച്ചിട്ടാണിത് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇടയിൽ നമ്മൾ ആൽമണ്ടും പീനട്ടൊക്കെ പൊടിച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സ്പഞ്ച് നനച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുക്കുക. ക്രീമിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണാഷ്, ചോക്ലേറ്റ് പീസസ്, അതുപോലെ നട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഫില്ലിങ് 3 ലെയറും വെച്ച് ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കേക്കിൽ ക്രീം അധികം ഇട്ട് കൊടുക്കണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് തന്നെ കനം കുറഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ കേക്ക് അധികം ഹൈറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ, ക്രീം തിന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ കേക്കിലൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഞാനിപ്പോൾ ബേക്കിംഗ് തുടങ്ങിയിട്ട് കേക്ക് ഡെലിവറി ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ആദ്യമായിട്ടാണ് സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്തിട്ട് കേക്ക് ഉണ്ടാക്കാൻ ഒരു കസ്റ്റമർ പറയുന്നത് കേട്ടോ. അതെനിക്കൊരു പുതുമായിട്ട് തോന്നി. പിന്നെ ക്രീം കുറച്ചിടാനും അതില്ലെങ്കിൽ മധുരം കുറക്കാനും അതുപോലെ തന്നെ നട്ട്സ് ഉപയോഗിക്കാൻ, ചോക്ലേറ്റ് പീസ് കൂടുതൽ ഇട്ട് കൊടുക്കാൻ, അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ബട്ടർ ഉപയോഗിച്ചിട്ട് സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ഉപയോഗിച്ചോളാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ കേക്ക് ചോക്ലേറ്റിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് സിമ്പിൾ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൽ അവർ എഴുതാൻ പറഞ്ഞത് എഴുതിയിട്ട് സെൻറ്ററിലായിട്ട് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കേക്കിൻ്റെ പണിവിടെ മുഴുവനാക്കിയിട്ടുണ്ട്. ഇതാ ഈ കേക്കിൻ്റെ കൂടെ ഒരു 10 ഡോണട്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോണട്ട്സ് ഇവിടെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെക്കണം. മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാ ഒക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ 10 ഡോണട്ട്സ് ഇവിടെ റെഡിയായി. ബോക്സിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ 10 ഡോണട്ട്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പത്തിൻ്റെ റെസിപ്പി അറിയാത്തവരൊക്കെ ചെയ്തു നോക്കുക. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ കേക്കിൻ്റെ മോഡലും ഡോണട്ട്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക്, കമൻ്റ് ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.